ഇന്നത്തെ റെസിപ്പി ഇടിമുട്ട ഇഡ്ഡലി തട്ടിലെ മുട്ട വേവിച്ചെടുത്ത് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. ഇപ്പൊ മുട്ട ഒന്ന് ഇഡ്ഡലി തട്ടിലിട്ട് വേവിച്ചെടുക്കുകയാണ്. അപ്പൊ ഈ തട്ടിലൊന്ന് ചൂടായി വരുമ്പം ഓയിൽ ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓരോ മുട്ടയും ഈ ഓരോ ഇഡ്ഡലിയുടെ കുഴിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഈ മുട്ടന്റെ മുകളിലായിട്ട് കുറച്ച് കുരുമുളകും ഉപ്പും വിതറി കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് ഞാനൊന്ന് അടച്ചു വെക്കുന്നുണ്ട്. അതൊരു 5 മുതൽ 8 മിനിറ്റ് വരെ വെച്ചാൽ മതി. അപ്പോൾ ആ സമയത്തേക്ക് നമുക്കൊരു മിക്സ് റെഡിയാക്കി എടുക്കണം. 2 ടേബിൾ സ്പൂണോളം കടലമാവ്, അതുപോലെ 1 ടേബിൾ സ്പൂൺ മൈദ, 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മുതൽ 3/4 ടേബിൾ സ്പൂൺ വരെ കുരുമുളക് പൊടി എടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ആദ്യം മിക്സ് ആക്കി എടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല കട്ടിയായിട്ടുള്ളൊരു പേസ്റ്റ് ആക്കി എടുക്കുക. മുട്ട നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ആറിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ സ്പൂൺ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് അടർത്തിയെടുക്കാം. ഇനിയിപ്പോൾ ഓരോ മുട്ടയും ഇതേപോലെ കൂട്ടിൽ മുക്കിയിട്ട് എണ്ണയിലിട്ട് 2 ഭാഗവും തിരിച്ചും മറിച്ചും പൊരിച്ചെടുക്കാം. അങ്ങനെ നല്ല ടേസ്റ്റ്